കണ്ണൂർ ഫോർട്ട് കേരളത്തിലെ ചരിത്രപരമായും സാംസ്കാരികമായും വളരെ പ്രാധാന്യമുള്ള ഒരു തീരദേശ നഗരമാണ് കണ്ണൂർ. പുരാതന കാലത്ത് മുസിരിസ്, കൊല്ലം തുറമുഖങ്ങളെപ്പോലെ കേരളത്തിലെ പ്രധാന തുറമുഖങ്ങളിലൊന്നായിരുന്നു ഇതും. പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീയിൽ പരാമർശിക്കുന്ന നൗറ എന്ന സ്ഥലം കണ്ണൂർ ആണെന്ന് കരുതപ്പെടുന്നു. 13-ാം നൂറ്റാണ്ടിലെ യൂറോപ്യൻ സഞ്ചാരിയായ മാർക്കോ പോളോ ഈ സ്ഥലത്തെ ഒരു വലിയ സുഗന്ധവ്യഞ്ജന വ്യാപാര കേന്ദ്രമായി വിശേഷിപ്പിച്ചു. അക്കാലത്ത് ഇത് കോലത്തിരി രാജാക്കന്മാരുടെ കീഴിലായിരുന്നു. 15-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരുടെ വരവോടെയാണ് ഈ സ്ഥലം കൂടുതൽ പ്രശസ്തിയിലേക്ക് ഉയർന്നത്. 1501-ൽ ജോവോ ഡി നോവ കണ്ണനൂറിൽ, അതായത് ഇപ്പോഴത്തെ കണ്ണൂർ, ഒരു ചെറിയ ഫാക്ടറി സ്ഥാപിക്കുകയും കോട്ട കെട്ടുകയും 200 പോർച്ചുഗീസ് സൈനികരെ വിന്യസിക്കുകയും ചെയ്തു. പിന്നീട് 1505-ൽ പോർച്ചുഗീസ് വൈസ്രോയി ഡോം ഫ്രാൻസിസ്കോ ഡി അൽമേഡ രാജാവിൽ നിന്ന് അനുമതി നേടി സെന്റ് ആഞ്ചലോ കോട്ട നിർമ്മിച്ചു. 1507-ൽ കോലത്തിരി രാജാവ് സാമൂതിരിയുമായി സഖ്യമുണ്ടാക്കി പോർച്ചുഗീസുകാരെ ഉപരോധിച്ചു. കാലക്രമേണ കോട്ടയിൽ പല മാറ്റങ്ങളും സംഭവിച്ചു. 1663-ൽ ഡച്ചുകാർ സെന്റ് ആഞ്ചലോ കോട്ട പിടിച്ചെടുക്കുകയും പിന്നീട് 1772-ൽ കണ്ണനൂറിലെ അലി രാജാവിന് വിൽക്കുകയും ചെയ്തു. 1790-ൽ ഇത് ബ്രിട്ടീഷുകാരുടെ കൈകളിലെത്തി. ബ്രിട്ടീഷുകാർ കോട്ട വിപുലീകരിക്കുകയും മലബാറിലെ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക താവളമാക്കി ഇതിനെ മാറ്റുകയും ചെയ്തു. ഇവിടുത്തെ പീരങ്കികൾ, കുതിരാലയങ്ങൾ, വെടിമരുന്ന് സംഭരണശാലകൾ എന്നിവ ചരിത്രത്തിന്റെ ശേഷിപ്പുകളായി ഇന്നും കാണാം. കണ്ണനൂർ അറക്കൽ അലി രാജാക്കന്മാരുടെ ആസ്ഥാനം കൂടിയായിരുന്നു. മൈസൂരിലെ ടിപ്പു സുൽത്താനുമായി സഖ്യമുണ്ടാക്കി അറക്കൽ കുടുംബം 18-ാം നൂറ്റാണ്ടിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ശക്തമായി ചേർത്തു നിന്നു. എന്നാൽ 1790-ൽ ജനറൽ അബൽ കോംബ്രി കണ്ണനൂർ ആക്രമിച്ചപ്പോൾ അറക്കൽ ബീവിക്ക് ഇംഗ്ലീഷുകാർക്ക് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു. കോട്ടയിലെ ലൈറ്റ് ഹൌസിനടുത്തുള്ള മതിലിൽ സ്ഥാപിച്ചിരിക്കുന്ന ഡച്ച് ഗവർണർ ഗോഡ്ഫ്രീഡ് വീർമാന്റെ ഭാര്യ സുസന്ന വീർമാന്റെ ശവക്കല്ലറ ഡച്ച് പൈതൃകത്തിന്റെ രസകരമായ ഒരു അവശേഷിപ്പാണ്. 1745 മാർച്ച് 28-ന് 17 വയസ്സും 7 മാസവും 16 ദിവസവും പ്രായമുള്ളപ്പോഴാണ് സുസന്ന മരിച്ചതെന്ന് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കല്ലിന്റെ മറുവശത്ത് വിധവയായ ജോവാന അന്ന ബാനിസ്റ്ററുമായുള്ള വീർമാന്റെ 2ാം വിവാഹത്തിൽ ജനിച്ച കുട്ടികളെക്കുറിച്ചുള്ള പരാമർശവുമുണ്ട്. ത്രികോണാകൃതിയിൽ കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു പാറക്കെട്ടിന് മുകളിലായാണ് ലാറ്ററൈറ്റ് ശിലകങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഈ കൂറ്റൻ കോട്ട സ്ഥിതി ചെയ്യുന്നത്. 3 വശങ്ങളിലും കടലാൽ ചുറ്റപ്പെട്ട കോട്ടയുടെ കരഭാഗത്ത് സംരക്ഷണത്തിനായി ഒരു കിടങ്ങുണ്ട്. വടക്കുഭാഗത്തുള്ള പ്രധാന പ്രവേശന കവാടം ശക്തമായ മതിലുകളാലും കിടങ്ങുകളാലും സുരക്ഷിതമാണ്. കോട്ടയ്ക്കുള്ളിൽ മാഗസിൻ റൂം, കുതിരാലയം, ചെറിയ പള്ളി, ലൈറ്റ് ഹൌസ് എന്നിവയാണുള്ളത്. 1921-ൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കോട്ടയെ ദേശീയ പ്രാധാന്യമുള്ള സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചു.